മലപ്പുറത്ത് ഒരു പരിപാടിക്ക് പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ചെങ്ങായിമാരുമായി ഞാൻ പങ്കുവെക്കുന്നത്. ഇപ്പോഴത്തെ ഫ്രീക്ക് പിള്ളേരൊക്കെ നല്ല ന്യൂജൻ ബൈക്കിൽ ചെത്തി നടക്കുമ്പോൾ ഇവിടെ ഒരു ചെങ്ങായി പഴയൊരു MIT ഇങ്ങനെ നല്ല ചേരിൽ കറങ്ങി നടക്കുന്നു. വണ്ടി പിരാന്ത് എന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത പിരാന്ത് തന്നെയെന്ന് നമ്മുടെ MIT ശ്രീജിത്ത്. എന്തായാലും ഈ അടുത്ത കാലത്ത് വരെ ലൈസൻസ് എടുത്തവരെല്ലാം ഈ ആശാന്റെ പുറത്തുനിന്ന് കയറിയിട്ടുണ്ടാവും. പക്ഷേ ഇത്ര മൊഞ്ചുള്ളൊരു MIT നിർമ്മാതാക്കളായ ബജാജ് കമ്പനിക്കാർ പോലും കണ്ടാലെന്ന് നോക്കി നിന്നു പോകും. എന്നാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ MIT ശ്രീജിത്തിനോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് ശ്രീജിത്ത്. ഞാൻ മക്കരപ്പറമ്പ് എന്ന സ്ഥലത്ത് വടക്കാര എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഈ വണ്ടി ഇത് 2000 മോഡൽ വണ്ടിയാണ് MIT. ഇത് സ്ക്രാപ്പായി കടന്ന് ഞാൻ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. പിന്നെ ഫ്രീ ടൈമിൽ അങ്ങനെ പണിതിട്ട് ആണ് ഇങ്ങനെ ആക്കിയിട്ടില്ലേ. അധികം എക്സ്പെൻസ് പേപ്പറിനാണ് അധികം എക്സ്പെൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്സ് ഇതൊക്കെ കിട്ടാണ്ട് ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ പെയിൻ്റ് അടിച്ചതിൻ്റെ കൂട്ടുകാരൻ നിഷാദ്, പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഇതായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വർക്ക് ബാക്കി എഞ്ചിൻപരമായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ സുധീഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒപ്പം +2 പഠിച്ച കൂട്ടുകാരന് ഞങ്ങൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നുകൊണ്ടാണ് ഈ ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് പണിതൊരു വണ്ടിയാണത്. സ്ക്രാപ്പായിട്ട് ആകെ തുരുമ്പ് കയറിക്കാണ്ട് കിടന്ന ഒരു വണ്ടി ഇങ്ങനെ ചെയ്തെടുത്താണ്. എല്ലാവരും പറയുകയാണെങ്കിൽ ഭ്രാന്താണ് ഇത് നമുക്ക് പറയും. പക്ഷേ ഇത് ഒരു താല്പര്യം മാത്രം. പേപ്പർ വർക്കിന് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇതിൻ്റെ വണ്ടി പണിത് ഞങ്ങൾ തന്നെ ആവണോണ്ട് കുറച്ച് ഡിലേ വന്നു. ഇത് പേപ്പർ തെറ്റിക്കിടക്കായിരുന്നു. പേപ്പർ തെറ്റിക്കിടന്നിട്ട് പിന്നെ അതിന് ഫൈനും കാര്യങ്ങളും ഇതൊക്കെ അടച്ചാണ്ട് വേറെ RTO സൈഡിലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കളർ ഇത് ആദ്യം ഒരു റെഡ് ആയിരുന്നു കളർ. പിന്നെ ഈ ഒരു കളർക്ക് മാറ്റിയതാണ്. പിന്നെ ഇപ്പോൾ രണ്ടാമത് റീസ്റ്റോർ ചെയ്തപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇതൊന്നും കുഴപ്പമില്ലാതെ പോയി. പിന്നെ ഇതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ നിലവിൽ വലിയ ചൊറൊന്നും വരുന്നില്ല ഈ കാര്യങ്ങൾക്ക്. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഇതിന് പുറമെ ഒരു സ്പ്ലെൻഡർ ഉണ്ട്, അതൊരു പിന്നെ ചേതകുണ്ട്, അതേപോലെ ഒരു ലൂണുണ്ട്, പിന്നെ ഒരു ബുള്ളറ്റ് ഉണ്ട്, പിന്നെ ഫാസിനോ, എഫ്സെറ്റ്, അങ്ങനെ കുറച്ച് വണ്ടികളുണ്ട്. പിന്നെ ഇത് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുകയുള്ളൂ, ഒരു സന്തോഷങ്ങളിൽ മാത്രം. ഇങ്ങനെ എല്ലാവരും കൂടി കൂടുന്ന ടൈമിൽ എടുക്കുക, അത്ര മാത്രം. ഷോക്ക് വേണ്ടി മാത്രം.